ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു സേറ്റ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് കുറുമയാണ്. 1 കിലോ കൊഞ്ച് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊഞ്ച് കുറുമയാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇനി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കൊഞ്ച് കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറക്കാൻ വേണ്ടി പോവുകയാണ്. പെരുംജീരകവും തേങ്ങയും കൂടെ നമ്മൾ വറക്കാൻ പോവുകയാണ്. നമ്മളങ്ങനെ തേങ്ങ വറക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എണ്ണയോട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം മൂത്ത് വന്നിട്ട് ഈ മഞ്ഞപ്പൊടി കൂടി ഇടുകയാണ്. അണ്ടിപ്പരിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി കൂടി ഇടുകയാണ്. കാശ്മീരി മുളക് പൊടി കൂടി ഇടുകയാണ്. ശകലം കുരുമുളക് പൊടി കൂടി ഇടുകയാണ്. അങ്ങനെ ചട്ടി ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇച്ചിരി ഉലുവ ഇടാൻ പോവുകയാണ്. ഇച്ചിരി കടുക് ഇടാൻ പോവുകയാണ്. അങ്ങനെ കടുക് പൊട്ടി നമ്മൾ ഇച്ചിരി കരിയാപ്പിലോട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി നമ്മളിനി സവാള ഇടുകയാണ്. അങ്ങനെ ചുമക്കാൻ വേണ്ടി ശകലം ഉപ്പിടുകയാണ്. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സവാള ചുമന്നു. ഇനി നമ്മൾ തക്കാളി ഇടുകയാണ്. അങ്ങനെ അരച്ചത് നമ്മൾ ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞു. അരച്ചത് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. നമ്മളിത് തിളച്ച് വന്നു. നമ്മളിനി കൊഞ്ചിടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ എല്ലാം വെട്ടിത്തിളച്ചു. നമ്മളിനിയും കൊഞ്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് ശകലം കുറവാണ്, ഉപ്പിടുകയാണ്. ഇച്ചിരി കരിയാപ്പിലൂടെ ഇടുകയാണ്. നാരങ്ങാ നീരൂടെ ശകലം ഒഴിക്കുകയാണ്. ഒരു നാരങ്ങാ നീരാണ്.
ഒരു ശകലം ഗരം മസാല കൂടി ഇടുകയാണ്. കാരണം നമ്മുടെ ചെമ്മീനെല്ലാം നല്ലപോലെ വെന്തു. നമ്മൾ ഇച്ചിരി മല്ലിയില കൂടി ഇടുകയാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുറുമ റെഡി ആയിരിക്കുകയാണ്. അത് നമ്മൾ ഇനിയും ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കപ്പയും ചെമ്മീൻ കുറുമയും കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാം റെഡിയായി, നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കറണ്ട് പോകുന്ന പ്രശ്നമുള്ളതുകൊണ്ട് വലിയ പാടാണ്.